ബിരിയാണി റൈസും ചിക്കൻ കറിയും അതോടൊപ്പം തന്നെ വെജിറ്റബിൾ ബിരിയാണിയും കഴിച്ച 2 പേർക്ക് ഇത് വന്നതായി ബോധ്യപ്പെട്ടു. അവർ വേറൊരു ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് റൈസാണ്. കാരണം ഒരാൾ വെജിറ്റബിളാണ് റൈസിൻ്റെ കൂടെ കഴിച്ചത്, ഒരാൾ ചിക്കനാണ് കഴിച്ചത്. അതിൻ്റെ തുടർ അന്വേഷണത്തിലാണ് ഈ ചാക്ക് ഉൾപ്പെടെ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ ചാക്ക് പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് കണ്ടു. 12 മാസം എന്ന് പറയുന്നുണ്ട്, പക്ഷേ പാക്കിംഗ് ഡേറ്റ് ഇല്ല. അത് ഏത് ദിവസം പാക്ക് ചെയ്ത് നമുക്കറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം ഉണ്ടായത്, ഈ ആഗസ്റ്റ് മാസം 120 രൂപ അടുപ്പിച്ചുണ്ടായിരുന്ന ഈ ബിരിയാണി റൈസ്, റോസ് ബിരിയാണി ബ്രാൻഡ് റൈസിൻ്റെ അരിയുടെ വില ഒറ്റയടിക്ക് 100 രൂപ വർദ്ധിപ്പിച്ച ഒരു സമയത്താണ് ഈ ചാക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണോ, അല്ലെങ്കിൽ ഈ കമ്പനി തന്നെ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ വില വർദ്ധിപ്പിച്ചു എന്നൊരു അലിഗേഷൻ പറയുമ്പോഴും ആ സമയത്ത് പോലും ഈ അരിയുടെ ചെക്ക് ചെയ്തിട്ടില്ല അരിയുടെ ഡേറ്റ്. നമുക്കറിയാം വില ചെക്ക് ചെയ്യുന്ന എവിടെയാണ്, അതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റും ഉള്ളത്. അപ്പോൾ അതുപോലും ചെക്ക്